പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ എംഎൽഎ വാടൂർ സോമന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. എതിർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത്. സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചെന്നായിരുന്നു ഹർജിയിലെ ആരോപണം. LDF സ്ഥാനാർത്ഥി വാടൂർ സോമന്റെ 2021 പീരുമേട്ടിലെ വിജയം ചോദ്യം ചെയ്ത UDF സ്ഥാനാർത്ഥിയായിരുന്ന സിറിയക് തോമസ് ആണ് ഹർജി നൽകിയിരുന്നത്. വാടൂർ സോമന്റെ സത്യവാങ്മൂലമായിരുന്നു തെരഞ്ഞെടുപ്പ് കേസിന് ആധാരം. വിവരങ്ങൾ പൂർണ്ണമല്ല, പല വിവരങ്ങളും മറച്ചുവെച്ചു, ചില ഭാഗങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി എന്നിവയായിരുന്നു ആക്ഷേപം. ഭാര്യയുടെ പാൻ കാർഡ് വിവരങ്ങൾ ഇല്ല, ഇൻകം ടാക്സ് റിട്ടേണിലെ വിവരങ്ങൾ പൂർണ്ണമല്ല, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളിൽ വ്യക്തതയില്ല, ബാധ്യതയും വരുമാനവും കൃത്യമായി പറഞ്ഞിട്ടുമില്ല തുടങ്ങിയവയായിരുന്നു ഹർജിയിലെ ആരോപണങ്ങൾ. വെയർഹൌസിംഗ് ചെയർമാൻ പദവി വഹിച്ചുകൊണ്ട് MLA ആയത് ഇരട്ടപ്പദവി നിയമത്തിന്റെ ലംഘനമാണെന്നും ആരോപിച്ചിരുന്നു. എന്നാൽ വിവരങ്ങൾ മറച്ചുവെച്ചിട്ടില്ലെന്നും വരണാധികാരിയുടെ അറിവോടും സമ്മതത്തോടും കൂടി പൂർണ്ണ വിവരങ്ങൾ പിന്നീട് സമർപ്പിച്ചിരുന്നെന്നുമായിരുന്നു വാടൂർ സോമന്റെ നിലപാട്. സത്യവാങ്മൂലത്തിലെ നിസ്സാര പിഴവുകളുടെ പേരിൽ പത്രിക തള്ളരുതെന്ന ഇലക്ഷൻ കമ്മീഷന്റെ മുൻ നിർദ്ദേശവും കോടതിയെ ധരിപ്പിച്ചു. ഇക്കാര്യങ്ങൾ അംഗീകരിച്ചാണ് എതിർ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിയത്. വിധിയെ സുപ്രീം കോടതി ചോദ്യം ചെയ്യുമെന്ന് സിറിയക് തോമസ് പറഞ്ഞു. ഈ നോമിനേഷൻ സ്വീകരിച്ചത് അത് ശരിയായ രീതിയിലല്ല, ഇംപ്രോപ്പർ അക്സെപ്റ്റൻസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അവിടെ വാടൂർ സോമന് അദ്ദേഹത്തിൻ്റെ പാൻ കാർഡ് സംബന്ധിച്ച്, അതുപോലെ തന്നെ ഇൻകത്തെ സംബന്ധിച്ച് ഏതാണ്ട് കോളങ്ങളാണ് ഒഴിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത് യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ചെന്നാണ് ഞങ്ങളുടെ ഒരു ആരോപണം. സത്യം എന്താണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുത്തലാലാണ് എതിർകക്ഷിയുടെ ഹർജി തള്ളിയത്. രാഷ്ട്രീയ പ്രേരിതമായി നൽകിയ പരാതിയിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് വാടൂർ സോമൻ MLA വാർത്താക്കുറിപ്പിലും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.